നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 25% പുറത്തു വന്നിരിക്കുന്നത്. അവിശ്വസനീയമായ പല വെളിപ്പെടുത്തലുകളും ഇനിയും ഉണ്ടാകും. താരപ്രഭയുള്ള നടന്മാർക്കെതിരെ താരപ്രഭ തരുമ്പുമില്ലാത്ത നടിമാർ നടത്തിയ തുറന്നു പറച്ചിലുകൾ കേട്ട് നമ്മളൊക്കെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകി എന്ന് പറയുന്ന 53 പേർ കൂടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താകും അവസ്ഥ? ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഭൂരിഭാഗവും ബലാത്സംഗ കുറ്റമാണ്. നമ്മൾ മനസ്സിൽ ആരാധിച്ചിരുന്ന പല താരങ്ങളും കാമാർത്തിമൂത്തും മൃഗത്തെക്കാൾ മ്ലേച്ഛന്മാരാണെന്ന് ഇരകളുടെ മൊഴികൾ വ്യക്തമാക്കുന്നു. എല്ലാം തുറന്നു പറഞ്ഞ ജഗദീഷിനെയും ഉർവശിയെയും പാർവതിയെയും പോലെയുള്ളവരെ ഒറ്റപ്പെടുത്തുന്നു. എൻ്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല, പിന്നെ ഞാൻ എന്തിനു പ്രതികരിക്കണം എന്ന് പറഞ്ഞ് ഒഴിയുന്നവരുമുണ്ട്. 15 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തിൽ ഇപ്പോഴാണോ പരാതി നൽകുന്നത് എന്ന ചോദ്യം മറ്റൊരു വശത്ത്. സുരക്ഷിതത്വം തോന്നുന്ന സമയത്തല്ലേ അതിജീവിതമാർക്ക് പരാതിപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പരാതി വൈകിയതിൽ വീഴ്ചകൾ ഒന്നും തന്നെയില്ല. കുറ്റം ചെയ്തവർ ജീവിതകാലം മുഴുവൻ ഉത്തരം പറയട്ടെ. പ്രതികരണങ്ങളിൽ ഗതികേടിലായത് സത്യത്തിൽ താരസംഘടനയായ അമ്മയാണ്. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ സംഘടനയുടെ മുഖം വികൃതമാക്കി. നാണക്കേട് കൊണ്ട് പല സൂപ്പർ സ്റ്റാറുകളും പുറത്തിറങ്ങുന്നില്ല. ഉത്തരവാദിത്വമുള്ളവർ കൂട്ടരാജി വെച്ചത് സത്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ധീരത്വം തന്നെയാണ്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ വൈശാലിയിലെയും ഞാൻ ഗന്ധർവന്റെയും നായികയായ സുപർണ കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടാണ് തനിക്ക് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന് വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡിൽ നടന്ന മീടു വിപ്ലവത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മലയാളത്തിൽ സംഭവിക്കുന്നത്. മീടുവിൽ വമ്പന്മാരായിരുന്നു കടപുഴുകി വീണത്. ആഗോളതലത്തിൽ തന്നെ മലയാള സിനിമ വലിയ അംഗീകാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. സംസ്ഥാനത്തിന് പ്രത്യാശയേകുന്ന വ്യവസായവും സിനിമ തന്നെ. പക്ഷേ മലയാള സിനിമയിലെ ആണധികാരവും പണത്തിൻ്റെ പ്രഭാവവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ജാതി മേധാവിത്വ നെറുകേടുകളുമൊക്കെ അറുതി വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ലൈംഗിക ആരോപണത്തിലേക്ക് മാത്രമാണ് മിക്ക ചാനലുകളും ഫോക്കസ് ചെയ്യുന്നത്. അതിലൂടെ ചാനൽ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു അപകടം സിനിമാ രംഗത്ത് മാത്രമല്ല, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള പവർ ഗ്രൂപ്പുകളാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്യുന്നവരെ ഒഴിവാക്കാൻ സംഘം ചേരുന്നവർ. അധികാരികൾ പോലും നിലനിൽപ്പിനായി ഇവരുടെ തോന്നിയാസങ്ങൾക്ക് കുടപിടിക്കുന്നു. ഉള്ളുലയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്നു നീറ്റിട്ട് കാര്യമില്ല. ഈ പവർ ഗ്രൂപ്പുകളെ വേരോടെ പിഴുതെറിയാൻ മാധ്യമങ്ങൾ ചങ്കൂറ്റം കാണിക്കണം. 2017 ഒരു അതിജീവതയാണ് ഹേമ കമ്മിറ്റിയുടെ പിറവിക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഇനിയൊരു അതിജീവത ഉണ്ടാകാതിരിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പാക്കണം. ചരിത്രമേൽപ്പിക്കുന്ന ഒരു ബാധ്യത കൂടിയാണത്.